പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്തി നൽകണമെന്ന് ആദ്യമേ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به. ഇന്നത്തെ പ്രാർത്ഥന റമദാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിൽ, അതുമല്ലെങ്കിൽ നമ്മളുടെ ഓരോരോ അവസ്ഥകളിലായിക്കൊണ്ടും പ്രാർത്ഥിക്കേണ്ടുന്നതല്ല. ഇത് നിത്യവും ഒരുവന് ഒരു ദിവസത്തിന്റെ ആദ്യത്തിൽ തന്റെ റബ്ബിന് കൊടുക്കേണ്ടത് ശുക്രാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 42-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാണാൻ പറ്റും, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതി ഖദാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? മരണവേളകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ റൂഹുകളെയും ഓരോ നഫ്സുകളെയും പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. ചില മരണപ്പെടാത്ത റൂഹുകൾ എന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല, അഥവാ ഉറക്കം എന്നുള്ളത് നമുക്കറിയാം, അത് ചെറിയ മരണാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെടാത്തവയെ അവരുടെ ഉറക്കത്തിൽ അവരുടെ റൂഹുകളെ പിടിക്കുന്നുണ്ട്. അഥവാ നമ്മളുടെ എല്ലാവരുടെയും റൂഹ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ സമയത്ത് ആർക്കൊക്കെയാണോ മരണം വിധിച്ചിട്ടുള്ളത്, ഉറങ്ങുന്ന അവസ്ഥയിൽ ആർക്കൊക്കെയാണോ മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയിട്ടുള്ളത്, അവരുടെ ആത്മാവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെക്കുന്നു. അതല്ല, ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയിട്ടുള്ള ആത്മാവുകൾക്ക് മാത്രമാണ് അവരുടെ റൂഹുകള് തിരിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഓരോ ദിവസം രാത്രി നമ്മളുടെ റൂഹ് ആരുടെ കയ്യിലാണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. ഇപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? ഒരു ദിവസം കൂടെ നമുക്ക് നമ്മളെ റൂഹിനെ ഇട്ട് തന്നു. ഒരു ദിവസം കൂടെ നമുക്കൊരു ചാൻസ് തന്നു. നാളെ ഒരു പക്ഷേ നമ്മളെ ഉറക്കത്തിൽ നിന്ന് നമ്മളെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചേക്കാം, അതിനെ തിരിച്ചു നൽകാതെ. എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്? ഉറക്കത്തിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള, ഉറങ്ങിയ നമ്മളെ തന്നെ പരിചയത്തിലുള്ള എത്ര ആൾക്കാരാണ് അത്തരത്തിലുള്ള ഒരു മരണം പുൽകിയിട്ടുള്ളത്. നല്ലപോലെ കിടന്നതായിരിക്കും, പക്ഷെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ റൂഹുകളെ പിടിച്ചു വെക്കുകയും തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവര് മരണപ്പെട്ടു. നമ്മള് രാവിലെ എണീച്ച് നമ്മളെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരികയും ചെയ്തു. നമ്മള് രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മളെ പ്രിയപ്പെട്ടവര് കിടക്കകളില് നിശ്ചലമായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ ഒരു പ്രാർത്ഥന വല്ലാതെ റബ്ബിനോട് ശുക്ർ പറയുന്ന പ്രാർത്ഥനയാണ്. ഇവിടെ നമുക്ക് സ്ക്രീനില് കാണാൻ പറ്റും, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി. അള്ളാഹ്ക്ക് അതിന് ശുക്ർ പറയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അടിമനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ റബ്ബിന് ഏറ്റവും അധികം ശുക്ർ ചെയ്യുന്ന അവന്റെ ഒരു ദിവസത്തിന്റെ ഏറ്റവും ആദ്യത്തെ സമയമാണിത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവെ, സർവലോക റബ്ബായിട്ടുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള അള്ളയാണ്. അല്ലദീ ആഫാനി ഫീ ജസദി, എന്റെ ശരീരത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് എത്ര പേരാണ് കൊഴഞ്ഞു പോയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ എത്ര പേർക്ക് കാഴ്ചകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും? അതും അല്ലെങ്കിൽ എത്ര പേർക്ക് ആ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാതെ നേരെ ആശുപത്രി കിടക്കകളിലേക്ക് മാറ്റി നിർത്തിയ എത്ര ആൾക്കാർ ഇന്ന് രാവിലെ ഉണ്ട്. പക്ഷെ ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നമ്മളുടെ ഫോണും പിടിച്ച് നമ്മളൊരു സേഫായ സ്ഥലത്ത് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് എണീക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ എണീച്ച് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ശരീരത്തിന് ഈ ഒരു ആഫിയത്ത് തന്ന റബ്ബിന്, ആ റബ്ബിനാണ് സർവസ്തുതിയും. ആഫനീ ഫീ ജസദി, എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയ റബ്ബിന്. പിന്നെ രണ്ടാമത് എന്താണ് പറയുന്നത്?
വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ എനിക്ക് തിരിച്ചു തന്ന, എന്റെ റൂഹിനെ എന്നിലേക്ക് തിരിച്ചു നൽകിയ റബ്ബെ നിനക്കാണ് സർവസ്തുതിയും. മൂന്നാമത്തെ ഒരു പ്രാർത്ഥന, മൂന്നാമത്തെ ഭാഗം സുബ്ഹാനല്ലാഹ്, അതാണ് ഈ രണ്ടെണ്ണം അത്രയും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷെങ്കിൽ ഇത് രണ്ടും കിട്ടിയാലും മൂന്നാമത്തെ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കേ കിട്ടുള്ളൂ. വഅദിന ലീ ബിദിക്രി, നിന്റെ മഹത്വത്തെ സ്തുതിച്ച് വാഴ്ത്താന്, നിന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിവ് തന്ന, എന്നെ അനുവദിച്ച അല്ലെങ്കിൽ എന്നെ സെലക്ട് ചെയ്ത റബ്ബെ നിനക്കാണ് സർവസ്തുതി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയോ? വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പൊ പുതച്ചു മൂടി കിടക്കുന്നവര് നമ്മളെടുത്ത് നോക്കിയാൽ മതി. നമ്മള് അടുത്തൊരു പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി ഇവിടെ ചേർന്നിരിക്കുന്നു, അത് പഠിക്കുന്നു, അത് പ്രാവർത്തികാക്കുന്നു. നമ്മളെ കൂടെയുള്ള നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ ഒരു പക്ഷെ എന്താണ്, ഫാൻ ഫുൾ സ്പീഡിലിട്ട് പൊതച്ചു മൂടി ഉറങ്ങിയിട്ടുണ്ടാവും. ഒന്ന് ബാക്കിലേക്കൊന്ന് റിവേഴ്സ് അടിച്ചു നോക്കി, ചിലപ്പോ അത്താഴത്തിന്റെ സമയത്ത് സുന്നത്ത് ഉപേക്ഷിച്ചവർ, അത്താഴത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകള്, അതിലൂടെ അള്ളാഹിനെ ഓർക്കാനുള്ള ദിക്റുകള്, അതൊക്കെയും ഉപേക്ഷിച്ചവര്. സുബ്ഹാനല്ലാഹ്, ഈ മൂന്നാമത്തെ ഒരു കാര്യം, ഒരുപാട് പേര് നല്ല ആഫിയത്തോടെ റൂഹ് തിരിച്ചു നൽകി, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് തിരിച്ചു നൽകിയ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗം പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ഒരു കാര്യം കൊടുത്തിട്ടില്ല, അള്ളാഹിനെ ഓർക്കാനുള്ള അനുമതി. അത് നമ്മൾ പറയണില്ലേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മൾ പഠിച്ച ഒരു പ്രാർത്ഥനയിൽ എന്താ അള്ളാഹിനോട് പറയുന്നത്? അല്ലാഹുവേ എന്നെ സഹായിക്കണേ. എന്തിനാണ് എന്നെ സഹായിക്കേണ്ടത്? മുഴുവനായി എന്നെ സഹായിക്കണം. എന്തിന്? ബിദിക്രിക്, എന്നെ ഓർക്കാൻ വേണ്ടി, വശുക്രിക്, നിനക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി, വഹുസ്നി ഇബാദതിക്, എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല ഇബാദത്തുകളൊക്കെയും ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രാർത്ഥന ഇന്ന് തന്നെ ഇപ്പൊ തന്നെ എല്ലാരും പഠിക്കുക. ഒരു പക്ഷെ ഇശ്റാഖിന് ശേഷം നമ്മളെല്ലാരും ഒന്ന് കെടുക്കുന്നവരാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നല്ല ആഫിയത്തും നല്ല അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ത്വാഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഈ ഒരു പ്രാർത്ഥന മനപ്പാടാക്കുകയും അതുപോലെ തന്നെ അത് ഓരോ സമയത്തും ഉള്ളറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത് അറിഞ്ഞ് ശുക്ർ ചെയ്യുന്ന സമയത്ത് അവൻക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രാർത്ഥന ഒന്നുകൂടി പറയാണ്, അല്ലാഹു അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഏറെ നന്നായി ഓർക്കുന്ന അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രത്യേകം 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 ശ്രദ്ധിക്കുക. അള്ളാഹിന്റെ നിഅമത്തിനെ ഒന്നുകൊണ്ട് മാത്രമാണ്, അള്ളാഹിന്റെ അപാരമായിട്ടുള്ള കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ഇവിടെ ഒരുമിച്ചിരിക്കാനാണെങ്കിലും ഈ ഒരു ദിക്റില് കൂടുതലായിക്കൊണ്ട് ഓരോ ദിവസവും നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയും പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നിഅമത്തിനെ നമുക്ക് നിലനിർത്തി തരട്ടെ. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. ഈ ഒരു പ്രാർത്ഥന എല്ലാവരും തന്നെ മനഃപ്പാഠമാക്കുക. ഇന്ന് മുതലുള്ള നമ്മൾ ഉറങ്ങി നീച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനകളിൽ ഈ ഒരു പ്രാർത്ഥന കൂടി, ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഓരോ ദിവസം